ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റ് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏഷ്യയിൽ എല്ലാ മാർക്കറ്റുകളും ഒന്ന് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിൽ വലിയ രീതിയിൽ വൊളാറ്റിലിറ്റിയാണ് കണ്ടത്. അതിനുശേഷം അമേരിക്കൻ മാർക്കറ്റുകളും ടുവേഴ്സ് ദ എൻഡ് ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഡൗ ജോൺസ് മാത്രമാണ് 11.8 പോയിന്റ് വീക്കായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ള. മറ്റ് ഇൻഡെക്സുകൾ S&P 500 അതുപോലെ തന്നെ നാസ്ഡാക്കൊക്കെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിൽ ഇന്നലെ വന്നിട്ടുള്ള എക്കണോമിക് ഡാറ്റകളെല്ലാം തന്നെ സ്ലൈറ്റ്ലി നെഗറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ US ഫെഡ് അടുത്ത മീറ്റിങ്ങിൽ റേറ്റ് കട്ട് അനൗൺസ് ചെയ്തേക്കാന്നുള്ളൊരു എക്സ്പെക്റ്റേഷനൊക്കെ മാർക്കറ്റിലുണ്ട്. ഒപ്പം ട്രംപിൻ്റെ താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം അദ്ദേഹം ആ ബെനിഫിറ്റ് അമേരിക്കൻ സിറ്റിസൺസിന് ഇൻകം ടാക്സ് ബെനിഫിറ്റായിട്ട് അനൗൺസ് ചെയ്യുന്നുള്ള റിപ്പോർട്ടുകളൊക്കെയുണ്ട്. ഇത്തരത്തിലുള്ള ന്യൂസ് ഫ്ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. അതുപോലെ തന്നെ താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസും മാർക്കറ്റുകൾ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡ് ആണ്. ഇന്നലെ യൂറോപ്യൻ മാർക്കറ്റുകൾ ബെറ്റർ ആയിരുന്നു. ഏഷ്യൻ മാർക്കറ്റുകൾ ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. അതേസമയം ഇന്ന് മോർണിംഗിൽ എല്ലാ മാർക്കറ്റുകളും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഹ്യൂജ് വൊളാറ്റിലിറ്റിയാണ് ഇന്നലെ നമ്മുടെ മാർക്കറ്റിൽ കണ്ടത്. ഇന്ന് പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഫ്ലാറ്റ് ടു സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഗോൾഡ് ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരുന്നു. $3,149 പെർ ഔൺസ് ആണ് ഇന്നലെ ഹീറ്റ് ചെയ്ത റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ $3,136 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രന്റ് ക്രൂഡ് ഓയിൽ ഒഴികെ മറ്റെല്ലാ കമ്മോഡിറ്റികളും ഫ്ലാറ്റ് ട്രെൻഡിലാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രന്റ് ക്രൂഡ് ഓയിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. റഷ്യ പറഞ്ഞിരിക്കുന്ന അമേരിക്കയുടെ ഉക്രൈൻ പ്രപ്പോസൽ സ്വീകാര്യമല്ല ഇപ്പോഴത്തെ ഫോമിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഒപ്റ്റിമിസം ഇപ്പോൾ മാർക്കറ്റിലില്ല. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് ഒക്കെ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം സ്റ്റോക്ക് സ്പെസിഫിക് ആയ ന്യൂസ് ഫ്ലോസ് ഇന്ത്യയിലുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ഗ്രോത്ത് പോസിറ്റീവാണ്. ഹൈടെക് പൈപ്പിൻ്റെ സെയിൽസ് ഗ്രോത്ത് പോസിറ്റീവാണ്. കോൾ ഇന്ത്യ 10 രൂപ പെർ ടൺ പ്രൈസ് ഹൈക്ക് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ 16 മുതൽ. JSW എനർജി അവരുടെ ടാർഗറ്റഡ് പവർ ജനറേഷൻ ഫിഗർ സർപ്പാസ് ചെയ്തിരിക്കുകയാണ്. LTTS യൂറോപ്യൻ ഓട്ടോ കമ്പനി ആയിട്ടൊരു സോഫ്റ്റ്വെയർ എഗ്രിമെൻറ്റ് വന്നിട്ടുണ്ട്. ന്യൂ ജനറേഷൻ സോഫ്റ്റ്വെയർ വെഹിക്കിൾസിന് വേണ്ടിയുള്ളൊരു ഡീലാണ്. റയമണ്ട് ഒരു JV ഫോം ചെയ്തിട്ടുണ്ട്. ബോംബെയിലുള്ള ഒരു പ്രോപ്പർട്ടി ഡെവലപ്പ് ചെയ്യാനായിട്ട് 5,000 കോടി രൂപയ്ക്കുള്ള ബിസിനസ് ഉണ്ടാവും എന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. KEC ഇൻ്റർനാഷണൽ 1,236 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്യുന്ന സ്റ്റോക്കുകൾ കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റ് ഫാളിൽ പ്രൊമോട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്ത സ്റ്റോക്കുകൾ അപ്പോളോ ഹോസ്പിറ്റൽസ് അതുപോലെ തന്നെ ട്രാൻസ് ഇന്ത്യ റിയൽ എസ്റ്റേറ്റ് ഒക്കെയാണ്. ഇന്നലത്തെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ 5,901.63 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ അവർ വിറ്റിട്ടുണ്ട്. അതേസമയം ഡൊമസ്റ്റിക് ഫണ്ടുകൾ 4,322.58 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകളൊക്കെ വാങ്ങിയിട്ടുണ്ട്. GST ഡാറ്റ മാർച്ച് മാസത്തെ ഫിഗർ വന്നിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നമ്മുടെ എക്കണോമിയിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും ഇല്ല എന്നുള്ളൊരു കാര്യമാണ്. ഒപ്പം ഓട്ടോ സെയിൽസ് ഫിഗറും വന്നിരുന്നു. M&M ടയോട്ട ഇത്തരത്തിലുള്ള കമ്പനികളൊക്കെ ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് സെയിൽസ് ഫിഗറാണ് വെച്ചിരിക്കുന്നത്. മാരുതി ടാറ്റ മോട്ടറൊക്കെ ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഒപ്പം മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് ടാരിഫ് ഇമ്പാക്റ്റ് കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്ന ടാറ്റ മോട്ടേഴ്സിനെയാണ്. കാരണം JLRൻ്റെ സെയിൽസ് 23% അമേരിക്കയിൽ നിന്നാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സിൻ്റെ കൺസോളിഡേറ്റഡ് സെയിൽസിലും പ്രോഫിറ്റിലൊക്കെ 15% JLRൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം ഒരു ടാർഗറ്റ് 853 തന്നെയായിട്ട് റീറ്റെയിൻ ചെയ്തിരിക്കുകയാണ്. RBI 80,000 കോടി രൂപ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. റേറ്റ് കട്ടിന് മുന്നോടിയായിട്ട് ബാങ്കുകളിൽ നിന്ന് ബോണ്ട് വാങ്ങിയിട്ട് ലിക്വിഡിറ്റി ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റമാണ്. തീർച്ചയായിട്ടും അടുത്ത മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് 7-9 തീയതികളിലാണ്. 9-ാം തീയതി റേറ്റ് കട്ടും അനൗൺസ് ചെയ്തേക്കാം. ഇത് പൊതുവെ പോസിറ്റീവ് ന്യൂസാണ്. അതോടൊപ്പം തന്നെ RBIയുടെ NRI റെമിറ്റൻസ് സംബന്ധിച്ച ന്യൂസും പുറത്തു വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് 2024 $129.4 ബില്യൺ ആണ് ഇന്ത്യയിലേക്ക് റെമിറ്റൻസ് വന്നിരിക്കുന്നത്. സെക്കൻഡ് നിൽക്കുന്ന മെക്സിക്കോ ആണ് 68 ബില്യൺ. തേർഡ് ചൈനയാണ് 48 ബില്യൺ. ഇത് പൊതുവെ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. 1.85 കോടി ജനങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യ അതായത് മറ്റ് രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 50% മിഡിൽ ഈസ്റ്റ് കൺട്രികളിലാണ്. ഇനി മറ്റൊരു ന്യൂസ് നോക്കുകയാണെങ്കിൽ കീറ്റെക്സ്
ലോകത്തിലെ ഏറ്റവും വലിയ ഗാർമെൻറ്റ്സ് ഫാക്ടറി തെലങ്കാനയിൽ അടുത്ത 3 മാസത്തിനുള്ളിൽ ഇനാഗുറേറ്റ് ചെയ്യുകയാണ്. 35 ലക്ഷം പീസസ് പെർ ഡേ ആണ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് ഈ കമ്പനീനെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ കീറ്റക്സിൻ്റെ മറ്റൊരു സബ്സിഡിയറി കീറ്റക്സിൽ മെർജ് ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ചകളിൽ. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് അടുത്ത മാസങ്ങളിലും അടുത്ത ക്വാർട്ടറിലും അതുപോലെ തന്നെ അടുത്ത ധനകാര്യ വർഷങ്ങളിലൊക്കെ കീറ്റക്സിൽ ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ലോങ് റണ്ണിൽ ഈ ന്യൂസ് കീറ്റക്സിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഇനി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ടു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ്. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് ധാരാളം ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. താരിഫ് റിലേറ്റഡ് നെഗറ്റീവ് ന്യൂസ് ഫ്ലോസ് ഒക്കെ ഓൾമോസ്റ്റ് ഡിസ്കൗണ്ടഡും ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ നമ്മൾ കാര്യമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അതേസമയം വൊളാറ്റിലിറ്റി ഒക്കെ വരാം. ഇനി ഗ്ലോബലി വലിയ രീതിയിൽ വേഴ്സ്റ്റ് സെൽ ഓഫ് ഒക്കെ വരികയാണെങ്കിൽ നിഫ്റ്റി ഒരു പക്ഷേ 22,800 23,000 വരെയൊക്കെ താന്നേക്കാം. അല്ലാത്ത പക്ഷം താരിഫ് അനൗൺസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് റിക്കവർ ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. നല്ല മാർക്കറ്റ് ഫാളിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ വാങ്ങുന്നൊരു ഡിസിഷൻ നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഞാൻ ഇന്നലെ സജസ്റ്റ് ചെയ്ത പോലെ ഷോർട്ട് ടു മീഡിയം ടൈമിൽ ഗോൾഡ് വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് അറ്റ് എവരി റൈസിൽ കുറേയൊക്കെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ പ്രീ മാർക്കറ്റ് കമൻറ്റ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.